എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പുതിയ കുറച്ച് സെൻറ്റൻസുകൾ വേഗം പഠിക്കാം. ആപ്സെ മിൽക്കർ അച്ഛാ ലഗ. ആപ്സെ താങ്കളെ, മിൽക്കർ കണ്ടുമുട്ടുക, മിൽന എന്ന് വെച്ചാൽ കണ്ടുമുട്ടുക എന്നാണ്. മിൽക്കർ കണ്ടുമുട്ടിയതിൽ, അച്ഛ ലഗ സന്തോഷം. അച്ഛ എന്ന് പറഞ്ഞാൽ നല്ലത്, സന്തോഷം ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അച്ഛ എന്ന് പറയുന്നത്. അപ്പം ആപ്സെ മിൽക്കർ അച്ഛ ലഗ, താങ്കളെ കാണാനായതിൽ സന്തോഷം, കണ്ടുമുട്ടിയതിൽ സന്തോഷം. ആപ്സെ മിൽക്കർ താങ്കളെ കണ്ടുമുട്ടിയതിൽ അച്ഛ ലഗ വളരെ സന്തോഷം. ആപ്കാ ഘർ കഹാ ഹേ. ആപ്കാ താങ്കളുടെ, ഘർ വീട്, കഹാം ഹേ എവിടെയാണ്, നിങ്ങളുടെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ താങ്കളുടെ വീട് എവിടെയാണ്. ആപ്കാ ഘർ കഹാം ഹേ, താങ്കളുടെ വീട് എവിടെയാണ്. ആപ്കാ ഘർ കഹാം ഹേ, നിങ്ങളുടെ വീട് എവിടെയാണ്, താങ്കളുടെ വീട് എവിടെയാണ്. ആപ്കാ ഘർ കഹാം ഹേ. മേം ദില്ലി ജാന ചാഹത്താ ഹൂം. മേം ഞാൻ, ദില്ലി ഡൽഹി, ജാന പോകാൻ, ആഗ്രഹിക്കുന്നു, ചാഹത്താ ഹൂം ആഗ്രഹിക്കുന്നു എന്നാണ് ഹിന്ദിയിൽ. മേം ദില്ലി ജാന ചാഹത്താ ഹൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡൽഹിക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഡൽഹിക്ക് പോകണം. മേം ദില്ലി ജാന ചാഹത്താ ഹൂം, എനിക്ക് ഡൽഹിക്ക് പോകണം. മേം ദില്ലി ജാന ചാഹത്താ ഹൂം. മുझे മത് സിഖാവോ. മുझे എന്നെ, മത്ത് സിഖാവോ, സിഖാവോ പഠിപ്പിക്കൂ. മത്ത് സിഖാവോ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കണ്ട. മത്ത് സിഖാവോ പഠിപ്പിക്കണ്ട, നോ എന്നുള്ളതാണ് മത്ത്. അപ്പം മുझे മത്ത് സിഖാവോ, എന്നെ പഠിപ്പിക്കണ്ട, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. മുझे മത്ത് സിഖാവോ, എന്നെ പഠിപ്പിക്കണ്ട. മേം ഘർ ജാക്കർ ഖാന ഖാവൂങ്ക. മേം ഞാൻ, ഘർ വീട്, ജാക്കർ വീട്ടിൽ പോയി, ഖാന ഭക്ഷണം, ഖാവൂങ്ക കഴിക്കും. മേം ഞാൻ, ഘർ ജാക്കർ വീട്ടിൽ പോയി, ഖാന ഭക്ഷണം, ഖാവൂങ്ക കഴിക്കും. ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോളാം എന്ന് നമ്മൾ ഒരാളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? മേം ഘർ ജാക്കർ ഖാന ഖാവൂങ്ക. ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോളാം, ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. മുझे ठंडी लग रही है. മുझे എനിക്ക്, ठंडी തണുപ്പ്, ലഗ് രഹി ഹെ അനുഭവപ്പെടുന്നു, എനിക്ക് നന്നായി തണുക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ്, എനിക്ക് നല്ല തണുപ്പുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? മുझे ठंडी लग रही है, എനിക്ക് നന്നായി തണുക്കുന്നു, അല്ലെങ്കിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു. മുझे എനിക്ക്, ठंडी തണുപ്പ്, ലഗ് രഹി ഹെ അനുഭവപ്പെടുന്നു. മുझे ठंडी लग रही है, എനിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് തണുക്കുന്നു. അന്ധേര ഹോ ഗയാ ഹെ. അന്ധേര ഹോ ഗയാ ഹെ, നേരം നന്നായി ഇരുട്ടി, ഇരുട്ടായി, സന്ധ്യയായി എന്നൊക്കെ നമ്മൾ പറയൂലേ. അന്ധേര ഹോ ഗയാ ഹെ, ഇനിയിപ്പോൾ പുറത്തേക്കൊന്നും പോകണ്ട. അന്ധേര ഹോ ഗയാ ഹെ, ഇരുട്ടി, നന്നായി ഇരുട്ടി, നേരം ഇരുട്ടി എന്നൊക്കെ പറയുന്നതിനാണ് അന്ധേര ഹോ ഗയാ ഹെ. അന്ധേര ഇരുട്ട്, ഹോ ഗയാ ഹെ ആയി എന്ന് വെച്ചാൽ ഇരുട്ട് ആയി, നേരം ഇരുട്ടി. അന്ധേര ഹോ ഗയാ ഹെ. വഹ് മേര റിശ്തേദാർ ഹേ. വഹ് അത്, അല്ലെങ്കിൽ അവൻ, മേര എൻ്റെ, റിശ്തേദാർ ഹേ ബന്ധുവാണ്. വഹ് മേര റിശ്തേദാർ ഹേ, അവൻ എൻ്റെ ബന്ധുവാണ്. വഹ് അവൻ, മേര എൻ്റെ, റിശ്തേദാർ ഹേ ബന്ധുവാണ്. റിശ്തേദാർ ബന്ധു.
വ മേര റിസ്തേദാർ ഹെ, അവൻ എൻ്റെ ബന്ധുവാണ്. മേര ടിക്കറ്റ് കഹാ ഹെ, എൻ്റെ ടിക്കറ്റ് എവിടെ? മേര എൻ്റെ ടിക്കറ്റ്, ടിക്കറ്റ് കഹാ ഹെ എവിടെയാണ്? ഇവിടെ വെച്ചിരുന്നതാണല്ലോ, കാണുന്നില്ല, അത് എവിടെയാണ്? മേര ടിക്കറ്റ് കഹാ ഹെ, എൻ്റെ ടിക്കറ്റ് എവിടെയാണ്? അതെവിടെ പോയി? മേര ടിക്കറ്റ് കഹാ ഹെ, എൻ്റെ ടിക്കറ്റ് എവിടെയാണ്? പേലെ ഉസെ നഹാലോ, അല്ലെങ്കിൽ പേലെ ഉസെ നഹാനെ ദോ, അവൻ ആദ്യം ഒന്ന് കുളിക്കട്ടെ, അവനൊന്ന് കുളിക്കാൻ അനുവദിക്കൂ. പെഹലെ ഉസെ നഹാനെ ദോ, അവൻ ക്ഷീണിച്ച് അല്ലെങ്കിൽ പുറത്തു പോയി അഴുക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പോൾ അവനൊന്ന് കുളിക്കാൻ വിട്, അല്ലെങ്കിൽ കുളിക്കട്ടെ ആദ്യം എന്ന് പറയുന്നതാണ്. പെഹലെ ഉസെ നഹാനെ ദോ, അവൻ ആദ്യം കുളിക്കാൻ സമ്മതിക്കുക, അവനൊന്ന് കുളിക്കട്ടെ. പെഹലെ ഉസെ നഹാനെ ദോ, പെഹലെ ആദ്യം, ഉസെ അവനെ അല്ലെങ്കിൽ അവളെ, നഹാനെ ദോ കുളിക്കാൻ സമ്മതിക്കൂ, കുളിക്കട്ടെ. പെഹലെ ഉസെ നഹാനെ ദോ, ആദ്യം അവനൊന്ന് കുളിക്കട്ടെ. പെഹലെ ഉസെ നഹാനെ ദോ, ആദ്യം അവൻ കുളിക്കട്ടെ. പെഹലെ അപ്പനെ ജൂത്തെ പഹൻലോ, പെഹലെ ആദ്യം, അപ്പനെ അവനവൻ്റെ, ജൂത്തെ ഷൂസ്, പഹൻലോ ധരിക്കൂ, ആദ്യം നിങ്ങളുടെ ഷൂസ് ധരിക്കൂ. പെഹലെ അപ്പനെ ജൂത്തെ പഹൻലോ, ആദ്യം നിങ്ങളുടെ ഷൂസ് ധരിക്കൂ. പെഹലെ അപ്പനെ ജൂത്തെ പഹൻലോ, ആദ്യം നിങ്ങളുടെ ഷൂസ് ധരിക്കൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും പഠിച്ചോളൂ. ഓക്കെ, ബൈ.